ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ക്യൂടെക്സുകളുണ്ട്. അത് പഴയത് നമ്മൾ കളയുള്ളൂല്ല, കട്ട കുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എടുക്കും, അപ്പോഴേക്കും പുതിയത് മേടിക്കും. അപ്പോൾ കുറേ പഴയതുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാനാണ് കേട്ടോ ഇത് കാണിക്കുന്നത്. അതിൽ തന്നെ എല്ലാത്തിനും കുറേ എണ്ണത്തിന് മൂടിയൊക്കെ ടൈറ്റായിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ നമുക്കിത് വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തൊക്കെയോ ഡിസൈനുകളൊക്കെ ചെയ്യാൻ നല്ലതാണ് കേട്ടോ. ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഡിസൈൻ ചെയ്യണത്. നമ്മൾ മിണ്ടുമ്പോൾ പുറത്തുനിന്ന് ടിന്നുകളൊക്കെ മേടിച്ച് കാശ് കളയാണ്ട് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ക്യൂടെക്സുകളൊക്കെ ടൈറ്റായിട്ട് അടച്ചിട്ട് ഒരു ബൗളിലേക്ക് ഒഴിച്ചിട്ട് നല്ല ചൂട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കും അതൊന്ന് ലൂസായി കിട്ടും. വേണമെങ്കിൽ കൈമ തന്നെ അതിനകത്തുമ്മ നമുക്ക് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ എന്താ ചെയ്യാൻ പോകണമെന്ന് നോക്കട്ടെ കേട്ടോ. ഒരു കുപ്പി എടുത്തിട്ട് ഒന്ന് മുറിക്കാം. കറക്റ്റായിട്ട് മുറിഞ്ഞിട്ടില്ല കേട്ടോ. ഒന്ന് ചെരിഞ്ഞൊക്കെ പോയിട്ടുണ്ടെന്നാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഏത് ക്യൂടെക്സ് നമുക്ക് വേണ്ടാത്തേ എന്നുണ്ടെങ്കിൽ ആ ക്യൂടെക്സ് ഒന്ന് ചുറ്റൊന്ന് ഡിസൈൻ ചെയ്ത് വെക്കാം. ഞാൻ ഡിസൈൻ ചെയ്യാൻ വലിയ ആളൊന്നല്ല, എനിക്ക് ഡിസൈനെ പറ്റി ഒന്നും അറിയില്ല. പക്ഷെ മോൾക്കും മോനും അവരൊക്കെ നല്ലോണം വരയ്ക്കും കേട്ടോ. വാജ്പേയിയുടെ പിന്നെ ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒക്കെ വരച്ചിട്ട് സ്കൂളിൽ വെച്ച് മോന് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ട്രോഫിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അന്നൊക്കെ. ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ അവരൊന്നും കേൾക്കില്ല. മോള് അതട്ടാ റൂമിലെ കുറേ കലാവിരുദ്ധകളൊക്കെ കാണിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ, ലൂസായിട്ട് വന്നിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ക്യൂടെക്സിൻ്റെ ഒരെണ്ണം എടുത്തിട്ട് കണ്ടോ ഇവിടെയൊക്കെ ചുറ്റി വരച്ചു കൊടുത്തു. പിന്നെ കുറച്ചധികം ഞാൻ കുപ്പിയൊക്കെ ഇങ്ങനെ ഇതാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. 3-4 എണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെ വട്ടത്തിൽ ഡിസൈൻ ചെയ്ത് പിന്നെ നമുക്ക് ഞാൻ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് വെറുതെ കുത്തി കൊടുത്തിട്ടുള്ളൂ കേട്ടോ. കണ്ടോ ഇത് എന്തിനാണെന്നറിയാം, ഫ്രിഡ്ജിൽ വെക്കാനാണ് കേട്ടോ. അപ്പോൾ ആരും കാണില്ല നമ്മൾ ഫ്രിഡ്ജിൽ ഇതുപോലെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ. വെറുതെ പുറത്തുനിന്ന് ഒരു ടിന്നുകൾ പൈസ കൊടുത്ത് മേടിക്കാണ്ട് ഇതുപോലെ ചെയ്ത് നോക്കാം കേട്ടോ. അടിപൊളിയായിട്ടില്ലേ, നല്ല എനിക്ക് ഇഷ്ടമായിട്ടാണ്. ഇതിൽ സബോള എപ്പോഴും ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ മുറിക്കുമ്പോൾ കണ്ണീന്ന് വെള്ളം വരില്ല കേട്ടോ, നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. വലിയ കുപ്പിയാണെങ്കിൽ അങ്ങനെ ചെയ്യും. ചെറിയ കുപ്പികളിൽ ഇഞ്ചി, പച്ചമുളക് ഞെട്ടി കളഞ്ഞ് കഴുകിയില്ലെങ്കിൽ കുഴപ്പമില്ല, ഞെട്ടി കളഞ്ഞ് വെച്ചാൽ മതി. എന്നിട്ട് എടുക്കുമ്പോൾ ഒന്ന് നല്ലോണം കഴിക്കാൻ മതി. അപ്പോൾ കുറേ നാളിരുന്നോളും. വെളുത്തുള്ളി ഇതൊക്കെ നമ്മൾ ഇതിൽ സൂക്ഷിച്ചാൽ ഫ്രഷ് ആയിട്ടിരിക്കും കേട്ടോ. കണ്ടോ അപ്പോൾ ആരും കാണില്ല, നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ മുറിച്ച കുപ്പിയുടെ പകുതിയാണെന്നൊന്നും ആരും കാണില്ല കേട്ടോ. നമുക്ക് തന്നെ കാണാൻ പറ്റും, നല്ല ഭംഗി. കുറച്ചുകൂടി ഭംഗിയാക്കാട്ടത്. ഇത് മുരിങ്ങയുടെ ഇലയാണ് കേട്ടോ, ബാക്കിയുള്ളത് എടുത്ത് വെച്ചേക്കാണ്. ഇത് സാധാരണക്കാർക്ക് ചെയ്യാം കേട്ടോ, പൈസയൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഇങ്ങനെ ചെയ്യാം. അടുത്തത് റബ്ബർ ബാൻഡ് മേടിച്ച് വെച്ചിട്ടുണ്ട് കുറച്ച്. ഇത് നമ്മുടെ അടുക്കളയിൽ നമ്മൾ പൊട്ടിച്ചിട്ട് പാക്കറ്റൊക്കെ പൊട്ടിച്ചിട്ട് ബാക്കി ഉണ്ടാവണതൊക്കെ ഇതുപോലെ ഒന്നും മടക്കി എടുത്തിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പാറ്റ നക്കില്ല. അല്ലെങ്കിൽ ഞാൻ കാണിച്ചില്ലേ കുപ്പികൾ അതിൻ്റെ ഇടയിൽ കൊണ്ടുവയ്ക്കാം. അപ്പോൾ അത് ടിന്നുകൾ ഇട്ട് വെച്ചിട്ട് ബാക്കിയുള്ളത് കഴിയുമ്പോൾ നമുക്ക് അങ്ങനെ എടുക്കാമല്ലോ. പിന്നെ ഇത് കുറച്ച് നാൾ ഇരുന്നാൽ ഒട്ടിപ്പിടിക്കും, അത് ഇല്ലാണ്ടിരിക്കാനായിട്ട് ഇത്തിരി പൗഡർ ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സാക്കി കൊടുത്തു കഴിഞ്ഞാൽ അതാവും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ഞാൻ ബാത്റൂമിൽ നിന്ന് എടുത്തിട്ട് വന്നിട്ടാ. മുന്നേ പൗഡർ നമ്മുടെ സോപ്പിൻ്റെ കവർ കൊണ്ടുവച്ചില്ലേ, ഞാൻ ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതുപോലെ നമ്മൾ ഒട്ടിച്ച് കഴിയുമ്പോൾ അത് പിടിക്കണില്ല കേട്ടോ. ചിരട്ടയുടെ അടിഭാഗം അങ്ങനെ കറക്റ്റായിട്ടിരിക്കില്ല. അപ്പം ഞാനത് കുഞ്ഞ ടിന്നിൻ്റെ മൂടി ഒന്ന് മുറിച്ച് വെച്ചതാട്ടോ. കുഞ്ഞ ടിന്നിൻ്റെ അടിഭാഗം മുറിച്ച് വെച്ചതാണ് ഇത് ചൂടിൽ വെച്ചിട്ട് ഒന്ന് ഉരുക്കിയിട്ട് ചിരട്ടയുടെ അടിയിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോപ്പിൻ്റെ കവർ കാണിച്ചിട്ടുണ്ടായിരുന്നു, അതിനുള്ളിൽ പാഡ് വെച്ചിട്ട് അതിൽ കംഫർട്ട് വെച്ചിട്ട്. പക്ഷെ അത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും കേടായിട്ടാണ്. അപ്പം ഞാനിങ്ങനെ ആലോചിച്ച് കണ്ടുപിടിച്ച സംഭവമാണ് കേട്ടത്. ചിരട്ടയുടെ ഉള്ളിൽ ഇത് വയ്ക്കുക, ടിന്നിൽ വെക്കണമെങ്കിൽ വയ്ക്കുക. പക്ഷെ എനിക്കിഷ്ടമായത് ഇതാണ് കേട്ടോ. ഇത് സൂചി കൊണ്ട് ഞാൻ കുത്തി കൊടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ നമ്മൾ ചെയ്യണമെങ്കിൽ ബാത്റൂമിൽ കൊണ്ടുവച്ചാൽ മതി കേട്ടോ. ആ ജനലിൻ്റെ അവിടെ കൊണ്ടുവയ്ക്കാം. ഇനി ഇത് കുറച്ച് ദിവസമായിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിതൊന്ന് സ്പ്രേ അടിച്ചു കൊടുക്കുകയാണ്. സ്പ്രേ അടിക്കണമെന്നില്ല, വീണ്ടും കംഫർട്ട് വെച്ചാൽ മതി. ബാത്റൂമിൽ ചെല്ലുമ്പോഴേക്കും നല്ല മണം ഉണ്ടാവും കേട്ടോ. അത് ചിരട്ടയിൽ തന്നെ വയ്ക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത് നല്ലത്. ഇതാകുമ്പോൾ നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. കണ്ടോ, ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്താൽ മതി.
ഇപ്പോൾ ആരും കാണാനും പോകില്ല. മേലേക്ക് തള്ളി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അത് എടുക്കുക, വീണ്ടും തുറക്കുക, ഒന്ന് കംഫർട്ട് ഒഴിച്ചു കൊടുക്കുക. നല്ല ഉറച്ചിരിക്കുന്നുണ്ട് കേട്ടോ.